ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് മിനി. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിൽ ഏഴക്കനാട് എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. 2024 ജനുവരി 17 ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്നത്. അന്ന് തന്നെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് വൈകിട്ട് ഉടമ്പടി പ്രാർത്ഥന ചെല്ലാൻ നേരത്ത് എനിക്ക് 10-15 വർഷമായിട്ടുണ്ടായിരുന്ന നടുവേദനയും മുട്ടുകുത്തി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഞാൻ മുട്ടുകുത്തി കണ്ണീരോടെയാണ് ആദ്യമായിട്ട് പ്രാർത്ഥിച്ചത്. മുട്ടുകുത്തുമ്പോൾ ഭയങ്കരമായ കണ്ണീരൊഴുകുമായിരുന്നു. ആ കണ്ണീരൊഴുകി തന്നെയാണ് ഞാൻ മുട്ടുകുത്തി പ്രാർത്ഥിച്ചത്. നടുവേദനയും ഡിസ്കിന് പ്രശ്നങ്ങളുണ്ടായിരുന്നു, മുട്ടിന് തേയ്മാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി ത്യാഗത്തോടെ തന്നെയാണ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു തുടങ്ങിയത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ മുട്ടുകുത്തിയാണ് പ്രാർത്ഥിക്കണത്. അന്ന് മുതൽ എനിക്ക് പിന്നെ ഇന്ന് വരെ എനിക്കൊരു കുഴപ്പമുണ്ടായിട്ടില്ല. വിശുദ്ധ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഞാൻ ഉപയോഗിച്ചിരുന്നു. ഉടമ്പടി തൈലം മുട്ടിൽ കുരിശ് വരച്ച് വിശ്വാസപ്രമേയത്തിൽ പ്രാർത്ഥിക്കും. പിന്നെ നേർച്ച വസ്തുക്കൾ, ഉപ്പ്, തേൻ എന്നിവ കഴിക്കുകയും ചെയ്തിരുന്നു. അന്ന് മുതൽ ഇന്ന് വരെ മുട്ടിൻ്റെ വേദന ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ആസ്മയുടെ അസുഖം ഉണ്ടായിരുന്നു. 15 വർഷത്തോളമായി ഞാൻ ഇൻഹൈലർ ഉപയോഗിച്ചുകൊണ്ടാണ് ഇരുന്നത്. ആ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലാണ്. തണുത്ത ഒരു ഭക്ഷണപദാർത്ഥം എനിക്ക് കഴിക്കാൻ പാടില്ല. അപ്പോൾ തന്നെ ശ്വാസം മുട്ടും. അപ്പോൾ എൻ്റെ ഇളയ മോളാണ് ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പോൾ എടുത്തപ്പോൾ അവൾ നേർച്ച വസ്തുക്കൾ എനിക്ക് തന്നു. അപ്പോൾ അവളെന്നോട് പറഞ്ഞു, അമ്മച്ചി 2 നേരം ഇൻഹൈലർ ഉപയോഗിക്കേണ്ട പകരമായിട്ട് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുക, ഉപ്പും തേനും കഴിക്കുക. അങ്ങനെ അവൾ പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ ഇൻഹൈലർ മാറ്റി വെച്ചിട്ട് ഉപ്പും തേനും ഉപയോഗിച്ച് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ അത് ഉപേക്ഷിച്ചു. 1.5 വർഷം കഴിഞ്ഞു, എനിക്ക് ശ്വാസം മുട്ടലുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ വീട്ടിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ജനുവരി 17 ഉടമ്പടി എടുത്തു. ഫെബ്രുവരി 12 ദൈവമാതാവിൻ്റെ ഫോട്ടോ രൂപം, കൃപാസന മാതാവിൻ്റെ രൂപം എൻ്റെ പച്ച തിരി വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അതിൽ പ്രത്യക്ഷമായി. പിന്നെ ഒത്തിരിയേറെ മാതാവിൻ്റെ ദർശനങ്ങളും വെളിപാടുകളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. സന്ദേശങ്ങളായിട്ടും പരിശുദ്ധമ്മ നൽകിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ സെപ്റ്റംബർ 24 ഒരു പാമ്പ് വന്നു. 24 വൈകിട്ട് ഉടമ്പടിത്തിരിയിൽ പാമ്പിൻ്റെ രൂപം പ്രത്യക്ഷമായി. പിറ്റേ ദിവസം രാവിലെ 25 ഞങ്ങളുടെ വീട്ടിലൊരു പാമ്പ് വരുന്നു. അത് എൻ്റെ അമ്മയാണ് ഭർത്താവിൻ്റെ അമ്മയാണ് കണ്ടത്. അമ്മ കണ്ട്, അപ്പോൾ അമ്മ അതിൽ ഭിത്തിയിൽ പിടിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ എന്തോ അനങ്ങണതായിട്ട് കണ്ടു. അപ്പോൾ അനങ്ങണതായിട്ട് കണ്ടപ്പോൾ അമ്മ പറഞ്ഞു കരിയിലാന്ന് പറഞ്ഞ് കൈ കൊണ്ട് എടുക്കാൻ ചെന്നപ്പോൾ അത് അനങ്ങണം. എന്നിട്ട് എന്നെ വിളിച്ച് കാണിച്ചു. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പാമ്പ്, എന്ത് പാമ്പാന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ വേഗം എൻ്റെ അടുത്തുള്ളൊരു ചേച്ചിനെ വിളിച്ചു. അപ്പോൾ ആ ചേച്ചിയും പിന്നെ റോട്ടിലൂടെ ഒരു ചേട്ടൻ പോകണ്ടായിരുന്നു. ആ ചേട്ടനും കൂടി വന്ന് അതിൽ നിന്ന് ഞങ്ങൾക്ക് ആ പാമ്പിൻ്റെ ഉദരത്തിൽ ഞങ്ങൾക്ക് അതിന് മോചനം കിട്ടി. ലൂക്ക 10:19 പറയുന്ന പോലെ, ഇതാ പാമ്പുകളുടെയും തേളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും ചവിട്ടി നിൽക്കാൻ നിങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നു, ഒന്നും നിങ്ങൾ ഉപദ്രവിക്കില്ല. അത് അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല, പാമ്പിൻ്റെ ഉപദ്രവം ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് ഇയർബാൾസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ജപമാല റാലി കഴിഞ്ഞ ഒക്ടോബർ 26 ജപമാല റാലി പങ്കെടുക്കാൻ ഒത്തിരി ആഗ്രഹിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എനിക്ക് ഇയർബാൾസിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഒരു ദിവസം ഉടമ്പടി ആരാധനയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഇയർബാൾസിൻ്റെ പ്രശ്നമുള്ളവരും ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളവരും നടക്കണ്ട, അർത്തുങ്കലിലേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് ഞങ്ങളുടെ കുടുംബം അവിടുത്തെ അടുത്തുള്ള ഉടമ്പടിയുടെ ചേച്ചിമാരെല്ലാവരും കൂടി അർത്തുങ്കലിൽ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ആ ഇയർബാൾസിൻ്റെ പ്രശ്നം പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ യൂട്രസിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. യൂട്രസിൽ അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വർഷങ്ങളായിട്ട് എനിക്ക് ഒരു ഇച്ചിരി യൂട്രസിൻ്റെ ഭിത്തിക്ക് കട്ടി കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പരിശുദ്ധ അമ്മ തന്നെയാണ് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി യൂട്രസ് പരിശോധിക്കാൻ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോക്കി കഴിഞ്ഞപ്പം ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ബയോപ്സി എടുക്കണമെന്ന് പറഞ്ഞു ഡോക്ടർ. ബയോപ്സി എടുക്കാനായിട്ട് ഇവിടെ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ട്, അച്ഛൻ എൻ്റെ കൈ സൈത്ത് തരികയും അടിവയറ്റിൽ കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചെല്ലാൻ പറയുകയും ചെയ്തു. അതനുസരിച്ച് ഞാൻ പോയി വിശ്വാസപ്രമാണം ചൊല്ലി സൈത്ത് പൂശി പോയി സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ മറ്റേ ബയോപ്സി എടുത്തതിന് ശേഷം നോക്കിയപ്പോൾ ക്യാൻസറിൻ്റേതായ സാധ്യതകളൊന്നുമില്ലയെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ എനിക്ക് ഉടമ്പടി പുതുക്കിയപ്പോൾ അന്ന് തന്നെ ആദ്യത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ നിയോഗം വച്ചിരുന്നു, പരിശുദ്ധ അമ്മയെ ദൈവമാതാവേ, എനിക്ക് അവിടുത്തെ പുത്രനെ സ്വീകരിച്ച് സഭയോട് ചേർന്ന് നിൽക്കാൻ കൃപ നൽകണമേ എന്ന്.
അപ്പം അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്. അപ്പം ഞാൻ വിശ്വാസത്തിലേക്ക് വന്നിട്ട് 35 വർഷമായി. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ഈശോയെ തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അത്ഭുതമായ രോഗസൗഖ്യത്തിലൂടെയാണ് ദൈവം എന്നെ വിളിച്ചത്. അതുകൊണ്ട് ഞാൻ വേറെ ഒരു ഇതിലും ഞാൻ പോവാറില്ല. ഞാൻ ഈശോയെ തന്നെയാണ് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കാറ്. പ്രാർത്ഥന എനിക്ക് പറ്റുമ്പോഴൊക്കെ ഞാൻ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യും. സ്വീകരിക്കാൻ പറ്റില്ലെങ്കിലും ഞാൻ വിശുദ്ധ കുർബാന കാണണം എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ വചനം കേൾക്കണതും. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ദൈവവചനം കേൾക്കാൻ പോവും. പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിരുന്നു. അപ്പോൾ എനിക്ക് വിശുദ്ധ കുർബാന മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ എല്ലാവരും കുർബാനയുടെ മധ്യേ പറയും വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളിലാകുന്നത് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമമാണ്. അപ്പോൾ എനിക്ക് സ്വീകരിക്കാൻ പറ്റണില്ലോ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹം ഞാൻ ഈശോയോട് പറഞ്ഞ് ഞാൻ അത് നിയോഗം വെച്ചിരുന്നു. അപ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞു, ഏത് വർഷത്തിലാണ്, ഏത് മാസത്തിലാണ്, ഏത് ആഴ്ച, ഏത് നിയോഗം, ഏത് ദിവസം, മണിക്കൂർ, മിനിറ്റ്, സെക്കൻഡ് ഇത് വെച്ച് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നത്. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് ജൂലൈ 13-ാം തീയതി എനിക്ക് ഞങ്ങളുടെ ഇടവകയായ പുത്തൻകുരിശ് ലിറ്റിൽ ഫോർ ചർച്ചിൽ ഇടവകയിൽ അംഗമായി പരിശുദ്ധ ദൈവമാതാവ് എനിക്ക് വിശുദ്ധ മാമോദീസ സ്വീകരിക്കാൻ അനുഗ്രഹം നൽകി. അത് ഞാൻ ഹിന്ദു ആയിരുന്നുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ചെയ്യണം എന്നുള്ള ഒരു ഇതായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വന്നിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ മക്കളോട് ഞാൻ പറഞ്ഞു, എനിക്ക് 3 പെൺമക്കളാണ്. ഹസ്ബൻഡ് മരിച്ചുപോയി. 8 വർഷമായി ഹസ്ബൻഡ് മരിച്ചിട്ട്. എൻ്റെ 3 മക്കളോടും പറഞ്ഞു, അവരെ 3 പെൺമക്കളെയും കല്യാണം കഴിച്ചിട്ട് അവരെ വീട്ടുകാരോടും പറഞ്ഞു. അപ്പോൾ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർ അത് സമ്മതിച്ചു, അവർക്ക് കുഴപ്പമില്ല. അപ്പോൾ മരുമക്കളോട് പറഞ്ഞപ്പോൾ മരുമക്കൾ പറഞ്ഞു, അമ്മച്ചിക്ക് അതാണ് ഇഷ്ടമെങ്കിൽ അത് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചെയ്തു. എല്ലാവരും സഹകരിച്ച് എനിക്കത് നടത്തി തന്നു. അപ്പോൾ പരിശുദ്ധ അമ്മ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഒത്തിരി നാളായി എന്നോട് പറയുന്നത് സെബാസ്റ്റ്യൻ എന്ന്. അപ്പോൾ അത് അങ്ങനെ ഒരു വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു, ആരാ എന്താന്ന്. ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെ കേട്ടിട്ടില്ല, എനിക്കിട്ട് അറിയില്ല. അപ്പോൾ ഞാൻ ആ പള്ളിയിൽ ചെന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ വിശുദ്ധ കുർബാന കാണാനായിട്ട് പോകാറുള്ളതാണ്. കൃപാസനത്തിലേക്ക് വന്നതിന് മുമ്പ് അവിടെ വിശുദ്ധ കുർബാന കണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാറ്. അപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ പരിചയപ്പെട്ടപ്പോൾ അച്ഛൻ്റെ പേര്, ഇടവക വികാരി അച്ഛൻ്റെ പേര് സെബാസ്റ്റ്യൻ എന്നാണ്. അപ്പോൾ ഞാൻ വേറൊരു സ്ഥലത്ത് ഇതാക്കാനാണ് ഡിവൈൻ ധ്യാനകത്തിൻ്റെ മാമോദിസ മുഖാന്നാണ് ഓർത്ത ഇരുന്നത്. പക്ഷേ അന്ന് അവിടെ ധ്യാനത്തിന് പോയി കഴിഞ്ഞപ്പം ധ്യാനത്തിൻ്റെ മധ്യത്തിൽ എന്നെ തലേദിവസം കൈവയ്പ് പ്രാർത്ഥന ശുശ്രൂഷ സമയത്ത് കൊച്ചു ത്രേസ്യ പുണ്യവതി ഓടി വന്നതായിട്ട് ദർശനം കണ്ടു. അത് എൻ്റെ അടുത്ത് ചേച്ചി എന്നോട് പറഞ്ഞത്. പരിശുദ്ധാത്മാവ് എൻ്റെ നാവിലേക്ക് വന്നതായിട്ടും അവർ ദർശനം കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അപ്പോൾ എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ലെങ്കിലും അപ്പോൾ ആ കൊച്ചു ത്രേസ്യയായിട്ട് എന്താ ബന്ധം എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങളവിടെ ഇടവകയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പോകാറുണ്ട്, കുർബാന സ്വീകരിക്കാൻ കാണാൻ പോകാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഇടവകയിൽ വന്ന് അച്ഛനോട് കണ്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, ചേച്ചി ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞ് അങ്ങനെ വിശുദ്ധ കുർബാന വിശുദ്ധ കുമ്പസാരം ജൂലൈ 13 റോസ മിസ്റ്റിക മാതാവിൻ്റെ തിരുനാളിൻ്റെ അന്ന് വിശുദ്ധ മാമോദിസ സ്വീകരിച്ചു. 19-ാം തീയതി ജൂലൈ 19-ാം തീയതി വിശുദ്ധ സ്ഥൈര്യലേപനം നടത്തി. 20-ാം തീയതി വിശുദ്ധ കുർബാന ആദ്യമായിട്ട് സ്വീകരിച്ചു. ആദ്യമായി കുർബാന സ്വീകരിച്ച് വീട്ടിൽ വന്നപ്പോൾ തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് ഒത്തിരി വെളിപാടുകളും ഗാനങ്ങളൊക്കെ തരുന്നതാണ്. അമ്മ ആ കുർബാനയുടെ അത് അനുസരിച്ച് തന്നെ ഒരു ഗാനം അപ്പം തന്നെ എനിക്ക് തന്നു. പിന്നെ കുമ്പസാരത്തിൻ്റെ കാര്യം 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും 2 ആഴ്ചയ്ക്ക് മുമ്പ് പരിശുദ്ധ അമ്മ പറഞ്ഞു, നീ ഇടവക വികാരി അച്ഛൻ്റെ അടുത്ത് തന്നെ കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കുമ്പസാരിക്കണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അമ്മ മാതാവ് തന്നെ പറഞ്ഞു, 10 കൽപ്പനകൾ പറഞ്ഞ് നീ കുമ്പസാരിക്ക്, അതാണ്, അതിൽ വലുതായിട്ടൊന്നുമില്ല, അത് പറഞ്ഞ് നീ കുമ്പസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ആ കുമ്പസാരവും നടത്തി. അങ്ങനെ എല്ലാ വിശുദ്ധ കൂദാശകൾ സ്വീകരിച്ചു. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോവും. എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് സ്വീകരിക്കാൻ പോവും. പിന്നെ വചനവായന, വചനം എല്ലാ ദിവസവും വചനം വായിക്കും, ബൈബിൾ അരമണിക്കൂർ വായിക്കും. പിന്നെ പറയാൻ മറന്ന ഒരു കാര്യം, എൻ്റെ മരിച്ചുപോയ ഞങ്ങൾ 7 മക്കളായിരുന്നു. അപ്പോൾ എൻ്റെ മൂത്ത 2 പേരും മരിച്ചു പോയിരുന്നു. അതിൽ ഞാനിങ്ങനെ പ്രാർത്ഥന സമയത്ത് എനിക്കൊരു വെളിപാടുണ്ടായി. ഞാൻ എല്ലാ 2 ആഴ്ച സ്വീകരിക്കും. പിന്നെ ഉപവസിക്കും. 2 ദിവസം ആഴ്ചയിൽ 2 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ, പ്രേക്ഷിത പ്രവർത്തനത്തിന് ഞാൻ അവിടെ 10 കെട്ട് പത്രം വാങ്ങിക്കൊണ്ട് പോവും. 10 കെട്ട് 6 കെട്ട് പിന്നെ 50 കാശ് രൂപ വെച്ച് വാങ്ങിച്ചുകൊണ്ട് പോവും. അതൊക്കെ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ പോയി ഹോസ്പിറ്റലിൽ പോവും, വീടുകൾ കയറി നടന്നു കൊടുക്കും. പിന്നെ ഹോസ്പിറ്റലിൽ പോയി രോഗികൾക്ക്
രോഗികൾക്ക് മറ്റേ ഇത് ഉരുപടിത്തെല്ലാം പുരട്ടി പ്രാർത്ഥിക്കും. പിന്നെ പരീക്ഷിത കാരുണ്യ പ്രവർത്തനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഹാരം ഉണ്ടാക്കി വിതരണം ചെയ്യും. ഓരോ സ്ഥലങ്ങളിലും പോയി ഇങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം, പിന്നെ പോണ വഴിക്കൊക്കെ കാണുക, വഴിയിലിരിക്കണവർക്കൊക്കെ ഞാൻ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഇവിടെ ഞാൻ പോവാറ്. പിന്നെ പൊതിച്ചോറ് കെട്ടിക്കൊടുക്കും. പിന്നെ എളുപ്പത്തിനായിട്ട് ഇഡ്ഡലിയൊക്കെയാണ് 5ഉം 6ഉം ഇത് പുതിയ ഇഡ്ഡലി കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ കാരുണ്യ പ്രവർത്തനം ചെയ്യണം. പിന്നെ ഈ സെപ്റ്റംബർ ഓണത്തിൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മ തന്നെ എന്നോട് പറഞ്ഞ് കാരുണ്യപ്രവൃത്തി ചെയ്യണ കാര്യം പറഞ്ഞപ്പോൾ കാരുണ്യപ്രവൃത്തി ചെയ്യാനായിട്ട് മറ്റേ വസ്ത്രം വാങ്ങിച്ച് മൂവാറ്റുപുഴ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വസ്ത്രം വാങ്ങിച്ച് മറ്റേ മുണ്ട്, ഷർട്ട്, നൈറ്റികൾ, കാവിമുണ്ട് എന്നിങ്ങനെ കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുത്തു. പിന്നെ കുറേ പേർക്ക് അത് കൂടാണ്ട് വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ നമുക്ക് പറ്റണ രീതിയിലെല്ലാം ഒരു ഓൾഡ് ഏജ് ഹോമുകളിൽ പൈസ കൊടുക്കും, ഭക്ഷണം കൊടുക്കും. ഇതൊക്കെ എനിക്ക് ഹസ്ബൻഡില്ല, പക്ഷേ ഇതെല്ലാം ചെയ്തു തന്നത് ഈശോ തന്നെയാണ് എനിക്ക് തന്നത്. അതായത് യശപ്രവാൻ്റെ 54:5 നിൻ്റെ സൃഷ്ടാവാണ് നിൻ്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവാണ് നിൻ്റെ ദൈവം എന്ന ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാം എന്നെ ഈശോ ചെയ്തു തരുവാണ്. എൻ്റെ സഹോദരനിലൂടെയാണ് ഇതെല്ലാം എനിക്ക് ചെയ്തു തന്നത്. എനിക്ക് എന്താവശ്യപ്പെട്ടാലും അവൻ തരും. പിന്നെ മാസം ഒരു തുക അയച്ചു തരും. അതിലൂടെ എനിക്ക് കാരുണ്യപ്രവർത്തികൾ കൂടുതൽ ഞാൻ ചെയ്യും. ഭാഗ്യത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പൈസ എടുക്കും. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും പരിശുദ്ധാത്മാവിനും പിതാവായ ദൈവത്തിനും കോടാനുകൂടി നന്ദി, സ്തുതി, ആരാധന അർപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 119, 48 മുതൽ 50 വരെ തിരുവചനങ്ങൾ. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ ആദരിക്കുന്നു, ഞാൻ അവയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയുടെ ചട്ടങ്ങളെപ്പറ്റി ധ്യാനിക്കുന്നു. ഈ ദാസന് നൽകിയ വാഗ്ദാനം ഓർക്കണമേ, അതുവഴിയാണല്ലോ അങ്ങ് എനിക്ക് പ്രത്യാശ നൽകിയത്. അങ്ങയുടെ വാഗ്ദാനം എനിക്ക് ജീവൻ നൽകുന്നു എന്നതാണ് ദുരിതങ്ങളിൽ എൻ്റെ ആശ്വാസം. മറിയം ത്രേസ്യ എന്ന ഈ സഹോദരി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഏറെ രോഗദുരിതങ്ങളുമായി ആശ്വാസം തേടിയാണ് ഉടമ്പടി എടുക്കുവാൻ അണയുന്നത്. മകളെ തൻ്റെ സാക്ഷ്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ശരീരത്തിൽ എവിടെ തൊട്ടാലും വേദനയുള്ള ക്ലേശാവസ്ഥയായിരുന്നു. എന്നാൽ ഉടമ്പടി എടുത്ത് തിരികെ പോയി അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മയുടെ ഈ വിശുദ്ധ തൈലത്തിലൂടെ രോഗത്തിന് സൗഖ്യം കിട്ടും എന്ന് പ്രത്യാശ വെച്ച് പ്രാർത്ഥിച്ചതിലൂടെ ആ ശരീരത്തിൻ്റെ വേദനകൾ മാറുകയും ഏറെ നാളുകൾക്ക് ശേഷം മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുവാനുള്ള ശക്തിയും ഏറെ നേരം നന്നായി മുട്ടുകുത്തി നിന്നാലും നടന്നാലും ഒന്നും കുഴപ്പമില്ലാത്ത വിധത്തിൽ ആരോഗ്യം ലഭിച്ചതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഉടമ്പടി സീരിയസ് ആണ്. ഉടമ്പടിയിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകളില്ല. ഉടമ്പടി വിശ്വസ്തതയുടെ ജീവിതക്രമമാണ്. അമ്മ മാതാവിനോട് ചേർന്ന് ജീവിതം വിശ്വസ്തതയിൽ വിശുദ്ധീകരിച്ചാൽ ദൈവം കൂടെ നിന്ന് അനുഗ്രഹിക്കും. ഏതു ദുരിതത്തിലും നമുക്ക് ആശ്വാസവും കൃപയും ലഭിക്കുന്നത് കാണാനാവും. അതിൻ്റെ സാക്ഷ്യവും അടയാളവുമാണ് സഹോദരി തൻ്റെ ജീവിതത്തിലൂടെ നമ്മോട് പങ്കുവെച്ചത്. ഈ മകൾക്ക് ലഭിച്ച വിശ്വാസമെന്ന ദാനത്തിന്, രോഗസൗഖ്യങ്ങൾക്ക്, അനേകർക്ക് വേണ്ടി നന്മ ചെയ്യുവാൻ ഒരുക്കി കൊടുത്ത അവസരങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.